ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് യൂറിൻ എക്സാമിനേഷനെ പറ്റിയാണ്. യൂറിൻ എക്സാമിനേഷനിൽ ഫിസിക്കൽ എക്സാമിനേഷനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യൂറിൻ എക്സാമിനേഷൻ സാധാരണയായി ചെയ്യുന്നത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നറിയാനും, അതുപോലെ തന്നെ കിഡ്നി ഫങ്ഷൻ ആണോ എന്നറിയാനും, ലിവർ ഡിസീസ്, പ്രഗ്നൻസി ഇങ്ങനെയുള്ള കേസുകളിലും പാരസൈറ്റിക് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നറിയാനും എല്ലാമാണ് യൂറിൻ എക്സാമിൻ ചെയ്ത് നോക്കുന്നത്. യൂറിൻ എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ്. ബ്ലഡ് ഫിൽറ്റർ ചെയ്ത് ഉണ്ടാകുന്നതാണ് യൂറിൻ എന്ന് പറയുന്നത്. ഇത് കിഡ്നിയിലാണ് ഈ ഫിൽട്രേഷനും സാധാരണ എല്ലാം നടക്കുന്നത്. കിഡ്നിയുടെ നെഫ്രോൺ എന്ന് പറയുന്ന പാർട്ടിലാണ് ഫിൽട്രേഷൻ പോലുള്ളവ നടക്കുന്നത്. നെഫ്രോൺ എന്ന് പറയുന്നത് കിഡ്നിയുടെ സ്ട്രക്ചറലായിട്ടുള്ളതും ഫങ്ഷണലായിട്ടുള്ള യൂണിറ്റ്സ് ആണ്. കിഡ്നിയിൽ മില്യൺസ് നെഫ്രോൺ ആണ് ഉള്ളത്. ഇത് ഒരു നെഫ്രോണിൻ്റെ സ്ട്രക്ചറാണ്. ഇതിലൂടെയാണ് ബ്ലഡ് ഫിൽറ്റർ ചെയ്ത് യൂറിനായിട്ട് മാറുന്നത്. ഒരു നെഫ്രോണിന് ബൗമാൻസ് ക്യാപ്സ്യൂൾ, ഗ്ലോമർലസ്, ട്യൂബ്യൂൾ പ്ലാട്ടുകളായ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ, ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ, കളക്റ്റിംഗ് ഡക്റ്റ് എന്നിങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഉള്ളത്. ഒരു നെഫ്രോണിന് ബൗമാൻസ് ക്യാപ്സ്യൂൾ, ഗ്ലോമർലസ്, ട്യൂബ്യൂൾ പാർട്ടുകളായ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ അഥവാ PCT, ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ അഥവാ DCT, കളക്റ്റിംഗ് ഡക്റ്റ് എന്നിങ്ങനെയുള്ള പാർട്ടാണ് ഉള്ളത്. ബ്ലഡിൽ വാട്ടർ കണ്ടൻറ്റും കാണും, സൊല്യൂട്ട് കണ്ടൻറ്റും കാണും. അതിൽ സൊല്യൂട്ട് കണ്ടൻറ്റിൽ വേസ്റ്റ് പ്രൊഡക്റ്റും കാണും, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും കാണും. അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് പ്രൊഡക്റ്റായിട്ട് പോകുന്നതാണ് യൂറിൻ എന്ന് പറയുന്നത്. ഈ യൂറിൻ ഫോം ചെയ്യുന്നത് 3 സ്റ്റെപ്പിലൂടെയാണ്. അതായത് ഈ 3 സ്റ്റെപ്പും നടക്കുന്നത് കിഡ്നിയുടെ യൂണിറ്റായ നെഫ്രോണിൽ വെച്ചാണ്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ എന്നിങ്ങനെ 3 സ്റ്റെപ്പിൽ കൂടെയാണ് യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്. ഒന്നാമതായി ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടക്കുന്നത് ബ്ലഡിലുള്ള വാട്ടറും അതുപോലെ തന്നെ വേസ്റ്റ് പ്രൊഡക്റ്റ്, ആവശ്യമുള്ള സാധനങ്ങൾ ഇതെല്ലാം തന്നെ അഫറൻ്റ് ആർട്ടറിയാണ്. ബ്ലഡ് ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ആർട്ടറിയാണ്. അഫറൻ്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്ന ആർട്ടറി വഴി ഗ്ലോമർലസിലേക്ക് കടക്കുന്നു. അഫറൻ്റ് ആർട്ടറിയുടെ വലിപ്പം കൂടുതലായതുകൊണ്ട് തന്നെ വലിപ്പം കൂടിയ സൊല്യൂട്ട് കണ്ടൻറ്റും എല്ലാം തന്നെ ഈ ഒരു ആർട്ടറിയിലൂടെ ഗ്ലോമർലസിലോട്ട് വരുന്നു. ഈ ഗ്ലോമർലസിൽ വെച്ചിട്ട് ഫിൽട്രേഷൻ നടക്കുന്നു. അതാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഗ്ലോമറുലസിൽ നിന്ന് ഫിൽട്രേഷൻ കഴിഞ്ഞുണ്ടാകുന്നതാണ് ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്, അഥവാ നമ്മൾ പ്രൈമറി യൂറിൻ എന്ന് പറയും. ഇതിൽ കൂടുതലും വേസ്റ്റ് പ്രൊഡക്റ്റും കാണും, അല്ലാത്ത ഗ്ലൂക്കോസ് പോലെയുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും കാണും. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രൈമറി യൂറിൻ PCTയിലോട്ട് വരുന്നു. PCTയിലോട്ട് വന്നിട്ട് ക്യാപ്പിലറീസിലോട്ടും ഈ ബ്ലഡ് പോകുന്നു. ക്യാപ്പിലറീസിലോട്ട് പോകുന്നത് നമ്മുടെ ശരീരത്തിൽ ചില കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ളതുണ്ട്. അതായത് ഗ്ലൂക്കോസ്, കാൽഷ്യം പോലുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസും ഉണ്ട്. അപ്പോൾ ഇവയെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചെടുക്കുന്നു. അതായത് ബ്ലഡ് ഫിൽട്രേഷന് വേണ്ടിയിട്ട് വരുന്നത് പോലെ തന്നെ ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് തന്നെ നമ്മുടെ ട്യൂബ്യൂൾസിലോട്ട് തന്നെ ഇത് തിരിച്ച് റീഅബ്സോർബ് ചെയ്യുന്നു. ആവശ്യമുള്ള സാധനങ്ങൾ തിരിച്ച് ബ്ലഡിലോട്ട് തന്നെ പോകുന്നു. അതായത് ക്യാപ്പിലറീസ് വഴിയാണ്. അതായത് നെഫ്രോണിനോട് അനുബന്ധിച്ച് കാണപ്പെടുന്ന ക്യാപ്പിലറീസ് വഴിയാണ് ഈ ഫിൽട്രേറ്റ് അഥവാ പ്രൈമറി യൂറിനിൽ നിന്ന് തന്നെ ഉള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തിരിച്ച് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ബ്ലഡ് ഫിൽറ്റർ ചെയ്യുന്ന പ്രോസസ്സിന് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്നും അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ ബ്ലഡിലോട്ട് തിരിച്ചു പോകുന്നതിനെ അബ്സോർബ് ചെയ്യുന്നതിനെ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്നും പറയുന്നു. അവിടെ നിന്ന് അതിനുശേഷമുള്ള സ്റ്റെപ്പാണ് ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുന്നത്. ട്യൂബുലാർ സെക്രീഷനിൽ നടക്കുന്നത് വേസ്റ്റ് പ്രൊഡക്റ്റായ നൈട്രോജീനസ് സബ്സ്റ്റൻസ്, യൂറിയ, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ് പോലുള്ള വേസ്റ്റ് പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ ഹൈഡ്രജൻ, പൊട്ടാസ്യം അയോണുകളും എല്ലാം
ഇവിടെ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. അതായത് വേസ്റ്റ് പ്രൊഡക്റ്റായിട്ട് യൂറിനിൽ കൂടെ പോകാൻ അതുവഴി സെക്രീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സാണ് ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ഈ ട്യൂബ്യൂളുകളിലൂടെയാണ് നടക്കുന്നത്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ലൂപ്പ് ഓഫ് എൻലി, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നിങ്ങനെയുള്ള ട്യൂബ്യൂളിലൂടെയാണ് ഈ ട്യൂബുലാർ സെക്രീഷൻ എല്ലാം നടക്കുന്നത്. അതിനുശേഷം കളക്ടിംഗ് ഡക്റ്റിൽ യൂറിൻ വന്ന് ഫില്ലാകുകയും യൂറിനറി ബ്ലാഡറിൽ ഫില്ലാകുകയും പിന്നീട് യൂറിറ്ററി കൂടെ യൂറിൻ പുറത്തു പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂറിൻ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നെഫ്രോണിന് പല പാർട്ടുകളുണ്ട്. ഈ പാർട്ടുകളിലൂടെയൊക്കെയാണ് യൂറിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. അത് 3 സ്റ്റെപ്പുകളായിട്ടാണ് നടക്കുന്നത്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ എന്നിങ്ങനെയുള്ള 3 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. യൂറിൻ എക്സാമിനേഷനിൽ സ്പെസിമെൻ ടൈപ്പുകളാണ് ഈ പറയുന്നത്. ഏർലി മോർണിംഗ് സ്പെസിമെൻ, റാൻഡം സ്പെസിമെൻ, പോസ്റ്റ് പ്രാൻഡിയൽ സ്പെസിമെൻ, 24 അവർ സ്പെസിമെൻ, ക്ലീൻ ക്യാച്ച്, മിഡ് സ്ട്രീം യൂറിൻ സ്പെസിമെൻ. ഇതിൽ ഏർലി മോർണിംഗ് സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ മോർണിംഗിൽ ഫസ്റ്റ് സാമ്പിൾ മോർണിംഗിൽ കളക്ട് ചെയ്യുന്നതാണ് ഏർലി മോർണിംഗ് സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ യൂറിൻ്റെ ക്വാളിറ്റേറ്റീവായിട്ടുള്ളതും ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ളതും മൈക്രോസ്കോപ്പിക് എക്സാമിനേഷന് വേണ്ടിയിട്ടും എല്ലാം ഏർലി മോർണിംഗ് സാമ്പിൾ ഉപയോഗിക്കാറുണ്ട്. കാരണം ഇതിൽ സെൽസുകളുടെയും അതുപോലെയുള്ള കണ്ടൻ്റ് എല്ലാം കൂടുതലായിട്ടായിരിക്കും, കോൺസെൻട്രേഷൻ കൂടുതലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗ് സാമ്പിളാണ് സാധാരണയായിട്ട് പ്രിഫർ ചെയ്യുന്നത്. റാൻഡം സ്പെസിമെൻ ഏത് സമയത്ത് വേണമെങ്കിലും കളക്ട് ചെയ്യുന്നതാണ് റാൻഡം സ്പെസിമെൻ. അതും യൂറിൻ എക്സാമിനേഷന് ഉപയോഗിക്കുന്നതാണ്. പോസ്റ്റ് പ്രാൻഡിയൽ സ്പെസിമെൻ എന്ന് പറയുന്നത് ഫുഡ് കഴിച്ച് 2 അവർ ആകുമ്പോൾ കളക്ട് ചെയ്യും, ബ്ലഡ് കളക്ട് ചെയ്യുന്നത് പോലെ തന്നെ യൂറിനും കളക്ട് ചെയ്യുന്നതാണ് പോസ്റ്റ് പ്രാൻഡിയൽ സ്പെസിമെൻ എന്ന് പറയുന്നത്. ഇത് ബ്ലഡിലെ ഗ്ലൂക്കോസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ യൂറിൻ ഗ്ലൂക്കോസും അറിയാൻ വേണ്ടിയിട്ടും പോസ്റ്റ് പ്രാൻഡിയൽ സ്പെസിമെൻ ഉപയോഗിക്കാറുണ്ട്. 24 അവർ സ്പെസിമെൻ എന്ന് പറയുന്നത് 24 അവർ പീരീഡിൽ ഫുള്ളായിട്ട് കളക്ട് ചെയ്യുന്ന സാമ്പിളിനെയാണ് 24 അവർ സ്പെസിമെൻ എന്ന് പറയുന്നത്. ഇത് സാധാരണയായി കിഡ്നി ഡിസീസ് അറിയാൻ വേണ്ടിയിട്ടും ക്ലിയറൻസ് ടെസ്റ്റ് അതുപോലെ തന്നെ പ്രോട്ടീൻ എസ്റ്റിമേഷൻ, ഹോർമോൺ എസ്റ്റിമേഷൻ, മിനറൽ, മെറ്റബോളൈറ്റ് എന്നിങ്ങനെയുള്ള എസ്റ്റിമേഷനും 24 അവർ സ്പെസിമെൻ ഉപയോഗിക്കാറുണ്ട്. ഇത് കളക്ട് ചെയ്യുന്നത് സപ്പോസ് ഇന്ന് രാവിലെ 6 മണിക്കാണ് സാമ്പിൾ കളക്ട് ചെയ്ത് തുടങ്ങുന്നതെങ്കിൽ അടുത്ത ദിവസം 6 മണി വരെ കളക്ട് ചെയ്യുന്നതാണ് 24 അവർ സ്പെസിമെൻ ചെയ്യുന്നത്. അതായത് 6 മണിക്ക് ഉള്ള ഫസ്റ്റ് യൂറിൻ ഡിസ്കാർഡ് ചെയ്യുക, അതിനുശേഷമുള്ള സാമ്പിൾ ഒരു ക്യാനിനകത്ത് കളക്ട് ചെയ്യുന്നതാണ് 24 അവർ സ്പെസിമെൻ എന്ന് പറയുന്നത്. 24 അവർ സ്പെസിമെൻ ആയതുകൊണ്ട് തന്നെ ക്യാനിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടായിരിക്കും സാധാരണയായി സ്പെസിമെൻ കളക്ട് ചെയ്ത് തുടങ്ങുന്നത്. അടുത്തതായി ക്ലീൻ ക്യാച്ച് മിഡ് സ്ട്രീം യൂറിൻ സ്പെസിമെനാണ്. ഇത് സാധാരണയായി കളക്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ നന്നായിട്ട് ക്ലീൻ ചെയ്ത് സോപ്പും വാട്ടർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് യൂറിൻ വോയിഡ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് എടുക്കുന്നതാണ് ക്ലീൻ ക്യാച്ച് മിഡ് സ്ട്രീം യൂറിൻ സ്പെസിമെൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള സ്പെസിമെൻ ടൈപ്പ് ഉണ്ട്. യൂറിൻ കളക്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മിഡ് സ്ട്രീം സാമ്പിളുണ്ട്, കത്തീറ്ററൈസ്ഡ് സാമ്പിളുണ്ട്. കത്തീറ്ററിൽ നിന്ന് എടുക്കുന്ന സാമ്പിളാണ് കത്തീറ്ററൈസ്ഡ് സാമ്പിൾ. യൂറിൻ ബാഗ് സാമ്പിളുണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള മെത്തേഡുകളും ഉണ്ട്. യൂറിൻ കളക്ട് ചെയ്യുന്നത് വൈഡ് മൗത്ത് ആയിട്ടുള്ള ഡ്രൈ ഡിസ്പോസിബിൾ സ്റ്റെറൈൽ കണ്ടെയ്നറിനകത്തായിരിക്കണം യൂറിൻ കളക്ട് ചെയ്യേണ്ടത്. മിഡ് സ്ട്രീം സാമ്പിളും സാധാരണ ബാക്ടീരിയൽ കൾച്ചറിനൊക്കെ പ്രിഫർ ചെയ്യുന്നതാണ്. എക്സ്റ്റേണൽ ജെനൈറ്റാലിയ നല്ലതായിട്ട് സോപ്പും വാട്ടറും വെച്ചിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് യൂറിൻ വോയിഡ് ചെയ്ത് അടുത്തതായി എടുക്കുന്നതാണ് മിഡ് സ്ട്രീം സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് സ്റ്റെറൈലായിട്ടുള്ള കണ്ടെയ്നറിൽ നല്ല പ്രിക്കോഷൻസോട് കൂടി തന്നെ എടുക്കേണ്ടതാണ്. അതായത് ബാക്ടീരിയൽ കൾച്ചറിന് യൂറിൻ കൾച്ചറിന് വേണ്ടിയിട്ട് എടുക്കുന്ന സാമ്പിളുകൾ. അതുപോലെ തന്നെ യൂറിൻ പ്രിസർവേഷനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ ഒരു സാമ്പിൾ കളക്ട് ചെയ്തതിന് ശേഷം 1-2 മണിക്കൂർ സാമ്പിൾ പുറത്ത് വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതേസമയം ഒരുപാട് നേരം യൂറിൻ പുറത്തിരിക്കുന്നത് വഴി ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകുകയും RBC, WBC പോലുള്ള RBCക്കൊക്കെ ലൈസിസ് ഉണ്ടാവുകയും WBC ആണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാൻ ഇടവരികയും അതുപോലെ തന്നെ യൂറിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് കാണും, അതിനുള്ള ഗ്ലൂക്കോസിൻ്റെ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുകയും pH ഇൻക്രീസ് ചെയ്യുക, കാൽസ്യം, ഫോസ്ഫേറ്റ് ഇതിങ്ങനെയുള്ള ക്രിസ്റ്റൽസുകളുടെ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകുകയും ചെയ്യുന്നു.
ഫോസ്ഫേറ്റ് പോലുള്ള ക്രിസ്റ്റൽസിൻ്റെ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ 1-2 മണിക്കൂർ നമുക്ക് യൂറിൻ പുറത്ത് വെക്കാം. പക്ഷേ എങ്കിൽ പോലും ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അഥവാ ഡിലേ ഉണ്ടെങ്കിൽ തന്നെ റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. നോർമൽ ടെമ്പറേച്ചറിൽ റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. ഫ്രീസറിലല്ല, റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. അതൊരു 3 അല്ലെങ്കിൽ 5 മണിക്കൂർ മേളിൽ അതങ്ങനെ വെക്കാനും പറ്റത്തില്ല. അതിനകത്തും ചില വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ കാണുന്നത് യൂറിൻ പ്രിസർവേറ്റീവ്സിൻ്റെ പേരുകളാണ്. അതായത് യൂറിൻ പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത് യൂറിനിൽ ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രിസർവേറ്റീവ്സ് നമ്മൾ സാധാരണയായിട്ട് ആഡ് ചെയ്യുന്നത്. കാരണം യൂറിൻ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ യൂറിനിലുള്ള പല കെമിക്കലുകളും ഉണ്ടാവും. അതിനൊക്കെ വ്യത്യാസം വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പല കെമിക്കൽ എസ്റ്റിമേഷൻ ആയിക്കോട്ടെ അങ്ങനെയുള്ളതിനെല്ലാം തന്നെ ചില സമയത്ത് അത് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂറിൻ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ബോറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, തൈമോൾ, ടോളുവിൻ, സോഡിയം ഫ്ലോറൈഡ്, ഫോർമാലിൻ, സോഡിയം കാർബണേറ്റ്, ക്ലോറോഫോം എന്നിങ്ങനെയുള്ളവയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ്. ഈ ഒരു ടേബിളിൽ ഓരോ പ്രിസർവേറ്റീവ്സിൻ്റെ പർപ്പസും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും കൊടുത്തിട്ടുണ്ട്. യൂറിൻ ഫിസിക്കൽ എക്സാമിനേഷനെ കുറിച്ചാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. യൂറിൻ ഫിസിക്കൽ എക്സാമിനേഷനിൽ സാധാരണയായി വോളിയം, കളർ, ട്രാൻസ്പെറൻസി, ഓർഡർ, pH, സ്പെസിഫിക് ഗ്രാവിറ്റി എന്നിങ്ങനെയുള്ളവയാണ് നോക്കുന്നത്. വോളിയം, നോർമൽ യൂറിൻ വോളിയം എന്ന് പറയുന്നത് 1200 ml മുതൽ 2000 ml വരെയാണ് പെർ ഡേ. അതായത് ഒരു ദിവസം ഇത്രയാണ്. ഇങ്ങനെ ഉള്ള വോളിയത്തിൽ നിന്ന് കൂടുന്നതോ കുറയുന്നതോ പലതരത്തിലുള്ള ഡിസീസുകളിലും കണ്ടുവരുന്നുണ്ട്. ഒരു യൂറിൻ വോളിയം 2500 ml കൂടുകയാണെങ്കിൽ, അതായത് യൂറിൻ എക്സ്ക്രീഷൻ കൂടുകയാണെങ്കിൽ അതിനെ പോളിയൂറിയ എന്ന് പറയുന്നു. പോളിയൂറിയ സാധാരണയായിട്ട് വാട്ടർ നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നത് വഴി പോളിയൂറിയ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡയബറ്റീസ് മെലിറ്റസ്, ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്നിങ്ങനെയുള്ള കണ്ടീഷനിലും പോളിയൂറിയ ഉണ്ട്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് ADH, ആൻറ്റി ഡയൂററ്റിക് ഹോർമോണിൻ്റെ ഇതുകൊണ്ടുണ്ടാകുന്നതാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അടുത്തതായി ഒലിഗൂറിയ. ഒലിഗൂറിയ എന്ന് പറയുന്നത് യൂറിനറി എക്സ്ക്രീഷൻ ഡിക്രീസ് ആകുന്ന കണ്ടീഷനാണ്, കുറയുന്ന കണ്ടീഷനാണ്. കുറയുക എന്ന് പറഞ്ഞാൽ ഒരു 500 ml താഴെ ആകുന്നതാണ് ഒലിഗൂറിയ എന്ന് പറയുന്നത്. അതും 24 ഹവറിലാണ് ഈ പറയുന്നത്. പോളിയൂറിയ ആയിക്കോട്ടെ ഒലിഗൂറിയ ആയിക്കോട്ടെ 24 ഹവറിലുള്ള എക്സ്ക്രീഷനാണ് പറയുന്നത്. ഒലിഗൂറിയ ഡിക്രീസ് ആകുന്നതും പോളിയൂറിയ ഇൻക്രീസ് ആകുന്നതുമാണ് പറയുന്നത്. ഒലിഗൂറിയ എന്ന് പറയുന്നത് 500 ml താഴെ ആകുന്നതാണ് ഒലിഗൂറിയ എന്ന് പറയുന്നത്. ഈ ഒലിഗൂറിയ കാണപ്പെടുന്നത് സാധാരണ ഡീഹൈഡ്രേഷനിലാണ്. അതായത് വെള്ളം കുടിക്കാതെ ഇരിക്കുമ്പോൾ ഒലിഗൂറിയ കാണപ്പെടും. വെള്ളം കുടിക്കാതാകുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് കാണത്തില്ല. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പോൾ സൊല്യൂട്ടിൻ്റെ അളവായിരിക്കും കൂടുതൽ. സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ പോലുള്ള, അതായത് മസിൽസ് അങ്ങനെയുള്ളവയെല്ലാം ഇതിനകത്ത് കാണാൻ സാധ്യതയുണ്ട്. യൂറിൻ്റെ വോളിയം കുറയുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞ് സൊല്യൂട്ടിൻ്റെ കണ്ടൻറ്റ്, വേസ്റ്റ് പ്രൊഡക്റ്റ് കൂടുതലാകും. അതുപോലെ ഷോക്ക്, ഗ്ലോമർല നെഫ്രൈറ്റിസ്, ഗ്ലോമർലസിനുണ്ടാകുന്ന കിഡ്നിക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, റീനൽ ഫെയിലർ, ഇതെല്ലാം ഒലിഗൂറിയയ്ക്ക് കാരണമാകും. അടുത്തത് അനൂറിയ. അനൂറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സപ്രഷൻ ഓഫ് യൂറിൻ. അനൂറിയയിൽ നിന്ന് ആബ്സെൻസ് ആണ് പറയുന്നത്. യൂറിന് ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 100 ml അഥവാ 50 ml ആ ഒരു കുറവായിട്ട് യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യുകയാണെങ്കിലാണ് അനൂറിയ എന്ന് പറഞ്ഞ കണ്ടീഷനായിട്ട് പറയുന്നത്. അത് സാധാരണ കംപ്ലീറ്റ് ആയിട്ട് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് അനൂറിയ ആയിട്ട് പറയുന്നത്. അടുത്തത് നൊക്ടൂറിയ. നൊക്ടൂറിയ എന്ന് പറയുന്നത് നൈറ്റിൽ കൂടുതലായിട്ട് യൂറിൻ എക്സ്ക്രീഷൻ വരുന്നതാണ് നൊക്ടൂറിയ എന്ന് പറയുന്നത്. അപ്പോൾ യൂറിനറി വോളിയം എന്ന് പറയുന്നത് 1200 മുതൽ 2000 ml ആണ്. പോളിയൂറിയ എന്ന് പറയുന്നത് യൂറിൻ എക്സ്ക്രീഷൻ കൂടുന്നതും, ഒലിഗൂറിയ യൂറിൻ എക്സ്ക്രീഷൻ കുറയുന്നതും, കംപ്ലീറ്റ് ആയിട്ട് യൂറിൻ ഇല്ലാവുന്ന അനൂറിയയും, നൈറ്റിൽ യൂറിൻ എക്സ്ക്രീഷൻ കൂടുന്നത് നൊക്ടൂറിയ എന്നും പറയുന്നു. അടുത്തതായി കളറ്. നോർമൽ യൂറിൻ്റെ കളർ എന്ന് പറയുന്നത് സ്ട്രോ കളർ മുതൽ ഡാർക്ക് ആംബർ കളർ വരെ ആകാം. അതായത് സ്ട്രോ കളർ എന്ന് പറയുന്നത് കച്ചിയുടെ കളറാണ് സ്ട്രോ കളർ എന്ന് പറയുന്നത്. അത് മുതൽ ഡാർക്ക് ആംബർ കളർ വരെ ആകാം. ഇങ്ങനെ ഈ കളർ ഉണ്ടാകുന്നത് മെയിനായിട്ടും
യൂറോക്രോം എന്ന് പറയുന്ന പിഗ്മെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് ഈ കളറിൽ വേരിയേഷൻ സംഭവിക്കുന്നത്. യൂറോക്രോം കൂടാതെ യൂറോ എറിത്രിൻ, യൂറോബിലിൻ എന്നിങ്ങനെയുള്ള പിഗ്മെൻറ്റും ഇതിന് കാരണമാണ്. നോർമൽ കളറ് സ്ട്രോക്ക് കളറാണെങ്കിൽ അബ്നോർമലായിട്ട് യൂറിനിൽ കളറ് കാണുന്നു. അതായത് പല ഡിസീസ് കണ്ടീഷനിലും അബ്നോർമലായിട്ട് യൂറിൻ കളറ് ചേഞ്ച് ആകുന്നുണ്ട്. അതായത് ക്ലിയർ റെഡായിട്ട് കാണപ്പെടുന്നത് ഹീമോഗ്ലോബിനൂറിയ. ഹീമോഗ്ലോബിൻ യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്തു പോകുന്നതാണ് ഹീമോഗ്ലോബിനൂറിയ എന്ന് പറയുന്നത്. ഇതിൽ ക്ലിയർ റെഡ് കളറായിരിക്കും കാണപ്പെടുന്നത്. ക്ലൗഡി റെഡ് കളർ എന്ന് പറയുന്നത് ഹെമച്യൂറിയാണ്. ഹെമച്യൂറിയ എന്ന് വെച്ചാൽ ഹീം എന്ന് വെച്ചാൽ ബ്ലഡ്. അപ്പോൾ ബ്ലഡിൽ യൂറിൻ കാണുന്നതാണ് ഹെമച്യൂറിയ എന്ന് പറയുന്നത്. ഡീപ്പ് യെല്ലോ കളറായിട്ട് കാണപ്പെടുന്നത് ജോണ്ടിസിലാണ്, മഞ്ഞപ്പിത്തത്തിലാണ് കാണപ്പെടുന്നത്. അടുത്തതായി ആൽക്കപ്റ്റോണൂറിയ. ആൽക്കപ്റ്റോണൂറിയയിൽ ബ്ലാക്ക് കളറായിട്ടായിരിക്കും യൂറിൻ കാണപ്പെടുന്നത്. ആൽക്കപ്റ്റോണൂറിയ എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ഡിസോർഡറാണ്. അതായത് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ആൽക്കപ്റ്റോണൂറിയ എന്ന് പറയുന്നത്. ഇതിനെ സാധാരണ ബ്ലാക്ക് യൂറിൻ ഡിസീസ് എന്നും പറയാറുണ്ട്. ബ്ലാക്ക് യൂറിൻ ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് യൂറിൻ ഡിസീസ് എന്നും പറയാറുണ്ട്. ഇതിൻ്റെ ഫലമായി ഫോം ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഹോമോജനിസ്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കപ്റ്റോണൂറിയയിൽ ബ്ലാക്ക് കളറായിട്ടായിരിക്കും യൂറിൻ കാണപ്പെടുന്നത്. അടുത്തത് കൈലൂറിയ. കൈലൂറിയ എന്ന് പറയുന്നത് മിൽക്കി കളറാണ്. അതായത് കൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റാണ്. അപ്പോൾ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടെങ്കിൽ യൂറിന് മിൽക്കി കളറാകും കാണപ്പെടുന്നത്. ഇതുപോലെ തന്നെ യൂറിനിൽ ക്ലൗഡി ആയിട്ടുള്ള അപ്പിയറൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഇൻഫെക്ഷൻ്റെ കാരണമാണ്. ഇതിപ്പോൾ പറഞ്ഞത് കളറാണ്. അടുത്തതായിട്ട് അപ്പിയറൻസ് ആണ്. അപ്പിയറൻസ് അഥവാ ട്രാൻസ്പെറൻസി എന്ന് പറയും. നോർമൽ യൂറിൻ്റെ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണ്. അതേസമയം യൂറിൻ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ബാക്ടീരിയയുടെയോ പസൽസോ എല്ലാം കൂടുതലായിട്ട് കാണപ്പെടുകയാണെങ്കിൽ യൂറിൻ ടർബിഡായിട്ട് കാണപ്പെടും. ടർബിഡ് അഥവാ ഹേസി എന്നും പറയും. അപ്പോൾ ബാക്ടീരിയയുടെ പ്രസൻസ് കൊണ്ടും പസൽസ്, ബ്ലഡ് ഇതെല്ലാത്തിൻ്റെയും പ്രസൻസ് ഉണ്ടെങ്കിലും യൂറിൻ ടർബിഡായിട്ട് കാണപ്പെടും. നോർമലായിട്ടുള്ള യൂറിൻ ട്രാൻസ്പെറൻ്റ് ആണ്. അതേസമയം ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് ടർബിഡായിട്ട് മാറുന്നു. ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെ ബാക്ടീരിയൂറിയ എന്നും, അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പ്രോട്ടീൻ യൂറിയ എന്നും, പസൽസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പയൂറിയ എന്നും, ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഹെമച്യൂറിയ എന്നും, പിന്നെ അതുപോലെ തന്നെ യൂറേറ്റ്, ഫോസ്ഫേറ്റ് ഇങ്ങനെയുള്ള ക്രിസ്റ്റലുകളുടെ പ്രസൻസും കാണപ്പെടുന്നു. ഈ യൂറേറ്റ്, ഫോസ്ഫേറ്റ് ഒക്കെ സാധാരണ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഫിസിക്കൽ എക്സാമിനേഷൻ കൂടാതെ കെമിക്കൽ എക്സാമിനേഷൻ, മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ എന്നിങ്ങനെ 3 ഇതായിട്ടാണ് യൂറിൻ എക്സാമിനേഷൻ വരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. യൂറേറ്റ്, ഫോസ്ഫേറ്റ് ക്രിസ്റ്റലുകൾ അഥവാ അമോർഫസ് യൂറേറ്റ്, അമോർഫസ് ഫോസ്ഫേറ്റ് എന്നും പറയുന്നു. ഇങ്ങനെയുള്ള ക്രിസ്റ്റൽ ഉണ്ടെങ്കിൽ യൂറിന് ക്ലൗഡി അഥവാ ടർബിഡായിട്ട് കാണപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ മൈക്രോസ്കോപ്പിക്കൽ എക്സാമിൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ക്രിസ്റ്റലുകൾ കാണാൻ സാധിക്കും. പക്ഷേ പെട്ടെന്ന് നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഇത് രണ്ടും ഒരേ പാറ്റേണിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിസിക്കൽ എക്സാമിനേഷനിൽ നമുക്ക് ഇതിനെ കണ്ടെത്താനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്, അമോർഫസ് ഫോസ്ഫേറ്റ് ആണെങ്കിൽ ഡൈലൂട്ട് അസറ്റിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ അമോർഫസ് ഫോസ്ഫേറ്റ് ആണെങ്കിൽ അത് ഡിസപ്പിയർ ആയിട്ട് പോകുന്നു. അമോർഫസ് ഫോസ്ഫേറ്റ് സാധാരണ കാണപ്പെടുന്നത് ആൽക്കലൈൻ യൂറിനായിരിക്കും അമോർഫസ് ഫോസ്ഫേറ്റ് സാധാരണയായിട്ട് കാണുന്നത്. ഇത് ഡൈലൂട്ട് അസറ്റിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഡിസപ്പിയർ ആകുന്നുണ്ടെങ്കിൽ അത് അമോർഫസ് ഫോസ്ഫേറ്റും, അതേസമയം ഹീറ്റ് ചെയ്യുമ്പോൾ ഡിസപ്പിയർ ആകുന്നുണ്ടെങ്കിൽ അത് അമോർഫസ് യൂറേറ്റും ആകുന്നു. അമോർഫസ് യൂറേറ്റ് അസിഡിക് യൂറിനിലാണ് കാണപ്പെടുന്നത്. അമോർഫസ് ഫോസ്ഫേറ്റ് ആൽക്കലൈനിലും അമോർഫസ് യൂറേറ്റ് അസിഡിക്കിലുമാണ് കാണപ്പെടുന്നത്. അമോർഫസ് ഫോസ്ഫേറ്റ് തിരിച്ചറിയാനുള്ളത് ഡൈലൂട്ട് അസറ്റിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഡിസപ്പിയർ ആകും. അതേസമയം അമോർഫസ് യൂറേറ്റ് ആണെങ്കിൽ അതിനെ ഹീറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഡിസപ്പിയർ ആകുന്നത്. ഇത് കൂടാതെ WBC അഥവാ പസൽസ് ഉണ്ടെങ്കിലും ക്ലൗഡിനെസ് കാണപ്പെടുന്നുണ്ട്. ഇതിനെ നമ്മൾ ക്ലിയർ ചെയ്യുന്നത് ഫിൽറ്റർ ചെയ്യുമ്പോഴാണ്. അത് നമ്മൾ യൂറിൻ ക്ലിയർ ആയിട്ട് കാണപ്പെടുന്നത്. WBC അഥവാ പസൽസ് ഉണ്ടെങ്കിൽ അതിനെ ഫിൽറ്റർ ചെയ്യും. അതേസമയം ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗി ഉണ്ടെങ്കിലും ഈ ക്ലൗഡിനെസ് ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുന്നത് സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോഴായിരിക്കും ക്ലിയർ ആകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫാറ്റ്, കൈല് ഇതെല്ലാം തന്നെ ഈ യൂറിൻ്റെ ട്രാൻസ്പെറൻസിക്ക് വ്യത്യാസം വരുത്തുന്നുണ്ട്. ടർബിഡ് അല്ലെങ്കിൽ ഹേസി ആയിട്ട് മാറുന്നുണ്ട്. അടുത്തതായി ഓഡർ അഥവാ സ്മെൽ എന്ന് പറയും. നോർമൽ യൂറിൻ ഓഡർ എന്ന് പറയുന്നത് സ്ലൈറ്റ് ആരോമാറ്റിക് ഓഡറാണ്. അതേസമയം
കൂടുതൽ സമയം ഇത് വെച്ച് കഴിയുമ്പോൾ പങ്ക്ചൻ്റ് ഓർഡർ ഉണ്ടാകുന്നു. കൂടുതൽ സമയം യൂറിൻ കീപ്പ് ചെയ്യുമ്പോൾ പങ്ക്ചൻ്റ് ഓർഡർ ഉണ്ടാകുന്നു. ഇത് കൂടാതെ പല ഡിസീസ് കണ്ടീഷനിലും പല തരത്തിലുള്ള കെമിക്കൽസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓർഡറിന് വ്യത്യാസം വരും. ഫ്രൂട്ടി ഓർഡർ ആണെങ്കിൽ കീറ്റോൺ ബോഡി ഉണ്ടെങ്കിലാണ് ഫ്രൂട്ടി ഓർഡർ വരുന്നത്. ഫിഷി അഥവാ റാൻസിഡ് ബട്ടർ സ്മെല്ല്, അത് തൈറോസിനൂറിയ, അതായത് തൈറോസിൻ എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലാണ്, അതാണ് യൂറിനിൽ കൂടെ പോകുന്നതുകൊണ്ട് തൈറോസിനൂറിയ എന്ന് പറയുന്നു. അത് ഫിഷി അല്ലെങ്കിൽ റാൻസിഡ് ബട്ടർ സ്മെല്ലാണ്. അടുത്തത് സിസ്റ്റീനൂറിയ, സിസ്റ്റീനും ക്രിസ്റ്റലാണ്. സൾഫ്യൂറസ് ഓർഡർ, ഈ സിസ്റ്റീന് തൈറോസിൻ ഇവയെല്ലാം ക്രിസ്റ്റൽസ് ആണ്. ഇത് നമ്മൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ എപ്പോഴാണ് ഈ ക്രിസ്റ്റൽസ് കാണപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ സിസ്റ്റീനൂറിയ ഉണ്ടെങ്കിൽ സൾഫ്യൂറസ് ഓർഡറാണ്. അടുത്തത് ബ്രൂവേസ് ഈസ്റ്റ് ഓർഡർ. ബ്രൂവേസ് ഈസ്റ്റ് ഓർഡർ ഇത് ഉണ്ടാകുന്ന സിൻഡ്രോമാണ് ഓസ്തോവ് സിൻഡ്രോം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ബേൺഡ് ഷുഗർ ഓർഡർ, ഇങ്ങനെയുള്ള സ്മെല്ല് കാണപ്പെടുന്നത് മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസാണ്. ഇതൊരു ഇൻഹെറിറ്റഡ് ഡിസീസാണ് മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ് എന്ന് പറയുന്നത്. ഇത് അമിനോ ആസിഡ്സിൻ്റെ പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഈ മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസിൽ കണ്ടുവരുന്നത്. അപ്പോൾ പ്രോട്ടീൻ്റെ ആ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് അമിനോ ആസിഡ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഡിസീസിലുള്ളവർക്ക് ബേൺഡ് ഷുഗർ ഓർഡർ ആയിരിക്കും കാണപ്പെടുന്നത്. മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ് എന്നാണ് പറയുന്നത്. അടുത്തത് മൗസി ഓർഡർ കാണപ്പെടുന്നത് ഫിനൈൽ കീറ്റോണൂറിയയിലാണ്. മൗസി ഓർഡർ കാണപ്പെടുന്നത്. മൗസി ഓർഡർ ഫിനൈൽ കീറ്റോണൂറിയ ഇതുപോലെ തന്നെ ഇൻഹെറിറ്റഡ് ഡിസോർഡറാണ്. അമിനോ ആസിഡ്സിന് ഉണ്ടാകുന്ന അതുവഴി ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് അമിനോ ആസിഡ്സ് ഉണ്ടാകുന്നു. ഇതും പല ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. ഇത് മൗസി ഓർഡറാണ് ഇതിൽ കാണപ്പെടുന്നത്. അടുത്തത് സ്വീറ്റി ഫീറ്റ് ഓർഡർ എന്ന് പറയുന്ന ഐസോവാലറിക് അസിഡീമിയയിലും കാണപ്പെടുന്നു. അപ്പോൾ ഇത്രയും ഓർഡറുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, പല MCQസിലും ചോദിച്ചു വരുന്നവയാണ്. അടുത്തത് pH ആണ്. യൂറിൻ pH 4.6 മുതൽ 8 വരെയാണ്. അതിൽ ഈ pH സാധാരണയായിട്ട് നോക്കുന്നത് pH പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ യൂറിൻ ഡിപ്സ്റ്റിക് ടെസ്റ്റ് ഉണ്ട്. അതായത് യൂറിൻ ഡിപ്സ്റ്റിക് ടെസ്റ്റിൽ പല പാരാമീറ്ററും നമുക്ക് അറിയാൻ പറ്റും. കെമിക്കൽ പാരാമീറ്റേഴ്സായ ഗ്ലൂക്കോസ്, കീറ്റോൺ, ബിലിറൂബിൻ, ബ്ലഡ്, ഇങ്ങനെയുള്ള പല ഇതും അതുപോലെ തന്നെ pHഉം പ്രോട്ടീൻ ഇങ്ങനെയുള്ള എല്ലാം തന്നെ യൂറിൻ ഡിപ്സ്റ്റിക്കിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. pH നോക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ pH പേപ്പറോ അല്ലെങ്കിൽ യൂറിൻ ഡിപ്സ്റ്റിക്കോ ഉപയോഗിക്കാവുന്നതാണ്. ഇത് യൂറിനകത്ത് pH പേപ്പറോ അഥവാ യൂറിൻ ഡിപ്സ്റ്റിക്കോ ഡിപ്പ് ചെയ്തതിന് ശേഷം 60 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഈ തന്നിരിക്കുന്ന ചാർട്ടിൽ അതിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതായത് pHൻ്റെ ആ പോർഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് വെച്ചിട്ട് അതിൻ്റെ കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇതായിട്ടുള്ള വാല്യൂ സെലക്ട് ചെയ്യുന്നതാണ് pHയിലൂടെ ചെയ്യുന്നത്. അങ്ങനെ pH നമുക്ക് അസിഡിക്കും ആകാം ആൽക്കലൈനും ആകാം. അതായത് അസിഡിക് യൂറിൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH 4.6 കുറയുന്നത്. അസിഡിക് എന്ന് പറയുമ്പോൾ pH കുറയുന്നതിനെയാണ് അസിഡിക് എന്ന് പറയുന്നത്. ഇത് യൂറിൻ്റെ കേസിൽ 4.6 താഴുകയാണെങ്കിൽ അത് അസിഡിക് ആയിരിക്കും. അതേസമയം 8.5 എബോവ് ആകുകയാണെങ്കിൽ അത് ആൽക്കലൈനും ആയിരിക്കും. അസിഡിക് യൂറിനിൽ സാധാരണയായിട്ട് കാണപ്പെടുന്നത് ഡയബറ്റീസ് മെലിറ്റസിലാണ്. അതുപോലെ തന്നെ സ്റ്റാർവേഷനൊക്കെ വരുമ്പോഴും ഫീവർ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യൂറിൻ അസിഡിക് ആകും. അതുപോലെ മെറ്റബോളിക് അസിഡോസിസ് എന്ന് പറയും, അതായത് യൂറിന് അസിഡിക് ആകും, ബ്ലഡും അസിഡിക് ആകും. അപ്പോൾ അങ്ങനെ മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാകും. അതുപോലെ തന്നെ ആൽക്കലൈൻ യൂറിൻ സാധാരണ ഉണ്ടാക്കുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സാധാരണയായിട്ട് വരുമ്പോൾ UTI അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സാധാരണയായിട്ട് വരുമ്പോൾ ആൽക്കലൈൻ യൂറിനായിരിക്കും കാണപ്പെടുന്നത്. അതിനെ മെറ്റബോളിക് ആൽക്കലോസിസ് ഉള്ള കണ്ടീഷനിലും ആൽക്കലൈൻ യൂറിൻ കാണപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനകത്ത് ഒരു സൊല്യൂട്ടിൻ്റെ അളവ്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സൊല്യൂട്ടും കാണും. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് പ്ലസ് സോൾവെൻ്റ് ആണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂഷനകത്തുള്ള സൊല്യൂട്ടിൻ്റെ അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കുന്നത്. അപ്പോൾ യൂറിനറി എക്സാമിനേഷനകത്ത് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് യൂറിൻ എക്സാമിനേഷൻ എടുക്കുമ്പോൾ അതിനകത്ത് കൂടുതലും സൊല്യൂട്ട് കണ്ടൻറ്റ് കാണപ്പെടും. പസൽസ് അങ്ങനെയുള്ള പല സൊല്യൂട്ടായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തുമാത്രം സൊല്യൂട്ട് ഉണ്ട് അതിൻ്റെ ഒരു അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കുന്നത്. സാധാരണ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുക എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ കൂടുക എന്നാണ് അർത്ഥം. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 1.015 മുതൽ 1.025 വരെയാണ്.
സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ഡീഹൈഡ്രേഷൻ എന്താണ് സംഭവിക്കുന്നത്? വെള്ളത്തിൻ്റെ അളവ് കുറയുകയാണ്. വെള്ളം കുടിക്കാതെ വരുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ ശരീരത്തിലെ കോൺസെൻട്രേഷൻ എന്തിൻ്റെ കൂടും? സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അതുപോലെ തന്നെ അഡ്രീനൽ ഇൻസഫിഷ്യൻസി, ഡയബറ്റീസ് മെലിറ്റസ് എന്നിങ്ങനെയുള്ള കേസുകളിലും സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഡയബറ്റീസ് മെലിറ്റസിലെല്ലാം തന്നെ ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും, സൊല്യൂട്ടാണ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുന്നത് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്, ക്രോണിക് റീനൽ ഡിസീസ് എന്നിങ്ങനെയുള്ള കണ്ടീഷനിലും സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുന്നു. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിൽ യൂറിനിൻ്റെ ഇതിനെ ഹൈപ്പോസ്തെനൂറിയ, ഹൈപ്പർസ്തെനൂറിയ, ഐസോസ്തെനൂറിയ എന്നിങ്ങനെ തിരിക്കുന്നുണ്ട്. അതിൽ ഹൈപ്പോസ്തെനൂറിയ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുന്നതാണ്. അതായത് 1.007 താഴെയാകുന്നതാണ് ഹൈപ്പോസ്തെനൂറിയയിൽ സംഭവിക്കുന്നത്. ഇത് കോൺസെൻട്രേഷൻ പ്രോബ്ലമാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അതായത് കോൺസെൻട്രേഷൻ കുറയുന്നു. ഹൈപ്പർസ്തെനൂറിയ എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്നതിനെയാണ് ഹൈപ്പർസ്തെനൂറിയ എന്ന് പറയുന്നത്. അതായത് വാട്ടറിൻ്റെ കണ്ടൻറ്റ് അവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുക എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് കണ്ടൻറ്റ് കൂടും, വാട്ടറിൻ്റെ കണ്ടൻറ്റ് കുറയും. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കുറയുന്നതാണ് ഹൈപ്പർസ്തെനൂറിയയിൽ സംഭവിക്കുന്നത്. അടുത്തത് ഐസോസ്തെനൂറിയ. അത് സ്പെസിഫിക് ഗ്രാവിറ്റി ഫിക്സ് ആയിട്ട് കാണപ്പെടും. 1.010 എന്ന് പറയുന്ന ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ യൂറിൻ കാണപ്പെടുന്നതാണ് ഐസോസ്തെനൂറിയ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ പുവറായിട്ടുള്ള ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആണെങ്കിൽ ഐസോസ്തെനൂറിയ കാണപ്പെടും. അതായത് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ തിരിച്ച് നെഫ്രോണി വന്നിട്ട് ആവശ്യമുള്ള ഗ്ലൂക്കോസ് പോലുള്ളവയെ തിരിച്ച് റീഅബ്സോർബ് ചെയ്യുന്നതിനെയാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഐസോസ്തെനൂറിയയിൽ 1.010 ആണ് ഐസോസ്തെനൂറിയയിലുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി സാധാരണ ചെക്ക് ചെയ്യുന്നത് യൂറിനോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് വഴിയാണ്. ഈ പിക്ചറിൽ യൂറിനോമീറ്ററിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു സിലിണ്ടർ എടുക്കും, ഗ്ലാസ് സിലിണ്ടർ. അതിനകത്തോട്ടാണ് നമ്മൾ യൂറിനോമീറ്റർ ഡിപ്പ് ചെയ്യുന്നത്. അതായത് ഗ്ലാസ് സിലിണ്ടറിൽ നമുക്കിപ്പോൾ യൂറിൻ്റെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ അതിനകത്തോട്ട് ഗ്ലാസ് സിലിണ്ടറിനകത്തോട്ട് യൂറിൻ പോർ ചെയ്തതിന് ശേഷം യൂറിനോമീറ്റർ നേരെ ഡിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂറിനോമീറ്റർ എടുക്കുകയാണെങ്കിൽ യൂറിനോമീറ്ററിൽ സാധാരണ മെർക്കുറി ഉണ്ട്. അതുപോലെ തന്നെ മുകളിലായിട്ട് അതിൻ്റെ ഗ്രേഡിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ യൂറിനോമീറ്റർ സാധാരണ ഡിപ്പ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് സിലിണ്ടറിനകത്തോട്ടായിരിക്കും. ഗ്ലാസ് സിലിണ്ടറിൽ യൂറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാൻ വേണ്ടി യൂറിൻ ഗ്ലാസ് സിലിണ്ടറിലോട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഈ യൂറിനോമീറ്റർ പെതുക്കെ അതിനകത്തോട്ട് ഡിപ്പ് ചെയ്യുകയാണ്, നേരെ പെതുക്കെ ഡിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിപ്പ് ചെയ്യുമ്പോൾ എവിടാണോ ഈ മുകളിലത്തെ റീഡിംഗ് ഉണ്ടല്ലോ, എവിടാണോ ആ യൂറിൻ്റെ ലെവൽ വന്ന് നിൽക്കുന്നത് അതായിരിക്കും അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആ റീഡിംഗ് ഏതാണോ, ലോവർ മെനിസ്കസ് ആണ് നമ്മൾ റീഡ് ചെയ്യുന്നത്, അതിൻ്റെ റീഡിംഗ് ഏതാണോ അത് വെച്ചിട്ട് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ യൂറിനോമീറ്ററിൻ്റെ ഈ പറയുന്നതാണ് ഗ്രേഡിങ്സ് എന്ന് പറയുന്നത്. അതായത് 1.00 മുതൽ 1.060 വരെ ആയിരിക്കും അതിൻ്റെ ഗ്രേഡിങ്സ് എന്ന് പറയുന്നത്. ആ 1.00 മുതൽ അതിനകത്ത് 1.010 വരെയുള്ളതിനകത്ത് ഇടയ്ക്കുള്ള പല ഗ്രേഡിങ്സും ഉണ്ട്. 1.001 to 1.002, 3, 4, 5, 6, 7 അങ്ങനെ ഇതിനിടയിലുള്ള കുഞ്ഞു ഗ്രേഡിങ്സും ഉണ്ട്. അപ്പോൾ ഈ യൂറിൻ്റെ ലെവൽ എവിടെയാണോ നിൽക്കുന്നത് അത് ലോവർ മെനിസ്കസിൽ നമ്മൾ റീഡ് ചെയ്തിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി റിപ്പോർട്ട് ചെയ്യുന്നു. യൂറിനോമീറ്റർ കൂടാതെ റിഫ്രാക്ടോമീറ്ററും സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇന്നത്തെ കാലത്ത് എല്ലാവരും യൂറിൻ ഡിപ്സ്റ്റിക് ആയിരിക്കും ഉപയോഗിക്കുന്നത്. പണ്ടെല്ലാവരും യൂറിനോമീറ്റർ ആയിരിക്കും ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതലായും ഉപയോഗിക്കുന്നത് യൂറിൻ ഡിപ്സ്റ്റിക് ആണ്. യൂറിൻ ഡിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ യൂറിൻ സാമ്പിളിനകത്തോട്ട് ഈ സ്റ്റിക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം 60 സെക്കൻഡ്സോ അല്ലെങ്കിൽ ഓരോ പാരാമീറ്റർ അനുസരിച്ച് ടൈമിംഗ് വ്യത്യാസമാവും. 60 സെക്കൻഡ്സിന് ശേഷം റീഡ് ചെയ്യുന്നത്. അതായത് ഈ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് സ്ട്രിപ്പാണ്. ഈ ഓരോരോ കെമിക്കൽസും നമുക്ക് ഇതിനകത്ത് മെഷർ ചെയ്യാൻ പറ്റും. ഓരോരോ കെമിക്കൽസിനും ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള, അതായത് ഈ സ്ട്രിപ്പിൽ പല കെമിക്കൽസും കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പല കെമിക്കൽസും കോട്ട് ചെയ്യുമ്പോൾ ഈ യൂറിനെ ഡിപ്പ് ചെയ്യുമ്പോൾ ഏത് പാരാമീറ്റർ ആണോ അതിനനുസരിച്ച് റിയാക്ഷൻ നടന്ന് കളറാണ് ഉണ്ടാകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ
ഗ്ലൂക്കോസ് ഒരു പേഷ്യൻ്റ് ബ്ലഡിലല്ല യൂറിനിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കളർ അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യും. ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ കളർ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. നോർമൽ കളർ എന്താണോ ആ സ്ട്രിപ്പിൻ്റെ അത് മാത്രമേ കാണിക്കത്തുള്ളൂ. അതേസമയം ഗ്ലൂക്കോസിൻ്റെ ലെവൽ അനുസരിച്ച് കളർ ചേഞ്ച് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, കീറ്റോണ്, ബിലിറൂബിന്, അതുപോലെ തന്നെ സെൽസുകളായ WBC, ബ്ലഡ്, ഇങ്ങനെയുള്ള പലതിൻ്റെയും നമുക്ക് ഡിപ്സ്റ്റിക്കിലൂടെ അറിയാൻ സാധിക്കും. pH, സ്പെസിഫിക് ഗ്രാവിറ്റി, ഇതെല്ലാം തന്നെ ഡിപ്സ്റ്റിക്കിലൂടെ അറിയാൻ സാധിക്കും. സ്പെസിഫിക് ഗ്രാവിറ്റിയിലാണെങ്കിലും യൂറിനകത്തോട്ട് ഈ സ്ട്രിപ്പ് ഡിപ്പ് ചെയ്തതിന് ശേഷം 60 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം കളർ ചേഞ്ച് നോക്കും. അതായത് ആ കളർ ചേഞ്ച് എവിടെയാണോ ഉണ്ടാകുന്നത്, എക്സാമ്പിൾ 1.030യിലാണ് കളർ ചേഞ്ച് ഉണ്ടാകുന്നതെങ്കിൽ അതായിരിക്കും അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത് യൂറിൻ ഫിസിക്കൽ എക്സാമിനേഷനെ പറ്റിയാണ്. ഇതുകൂടാതെ യൂറിൻ കെമിക്കൽ എക്സാമിനേഷൻ, മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അത് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതുപോലെ തന്നെ തുടർന്നുള്ള സപ്പോർട്ടും ഉണ്ടാകണം. സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിലും കമൻറ്റിൽ ഇടാവുന്നതാണ്. Thank you for watching.